എന്താണ്? പിതാവേ, അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇത് തന്നെയാണ് ഈശോ പ്രാർത്ഥിച്ചത്. 12:28 ഈശോൻ്റെ പ്രാർത്ഥന, പിതാവേ അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക വഴി ഏകജാതൻ്റെ നാമം മഹത്വപ്പെടണം. ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോഴേ ഈ ലാസർ മരിച്ചപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? ഈ രോഗം മരണകാരണമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അപ്പോൾ മഹത്വം വന്നില്ലേ? ഇല്ലേ? മോശം കാര്യത്തിനും മഹത്വം എന്നാണ് ഈശോ അതിനെ അഡ്രസ്സ് ചെയ്യണത്. ഇനി ഇപ്പോഴും മാതാവ് എന്താ ചോദിച്ചിരിക്കുന്നത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നിങ്ങളുടെ വസ്തു വിൽക്കണില്ല, നിങ്ങൾ കല്യാണം ഒക്കണില്ല, നിങ്ങൾക്ക് മക്കളില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നല്ല ബോധമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് വൈസായിട്ടായിരിക്കും അതിനൊക്കെ സമീപിക്കുന്നത്. പക്ഷേ റീഡ് ചെയ്യണത് സ്വർഗമെന്ന് റീഡ് ചെയ്യണത് അങ്ങനെയല്ല. എന്താ ചെയ്യണത്? അമ്മ പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഈ ഒരു അടയാളം വഴി അങ്ങയുടെ മകൻ്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നതാണ്. അപ്പം അങ്ങനെ മഹത്വപ്പെടുത്തണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈം ഷോർട്ടൺ ചെയ്യും. എന്താ കാര്യം? ഈശോയ്ക്ക് 12:28 ടൈം ഷോർട്ടൺ ചെയ്തില്ലേ? ഇതാ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഇനിയും മഹത്വപ്പെടുത്തുന്ന പറഞ്ഞത് എന്താണ്? ആ മഹത്വപ്പെടുത്തുന്നത് ചോദിച്ചതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളുടെ ഓരോ വിഷയത്തിലും അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ ഇപ്പോൾ ആ ജോലി നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾ ഇതിനോട് അളിഞ്ഞ മോന്ത്യമായിട്ട് പോയി ഇട്ട പാമ്പ് കിടക്കണ പോലെ കടല ചുരുണ്ടി കൂടി ഭക്ഷണം കഴിക്കത്തില്ല, ഇങ്ങനെയുള്ള അലവലാദികൾ വന്നിട്ട് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഇത്തിരി സബ്ലിമേറ്റ് ആയിട്ടുള്ള ആധ്യാത്മിക നിലവാരമുള്ള ആൾക്കാർക്കുള്ളതാണ്. കാര്യം അത് മഹത്വത്തിൻ്റെ പ്രാർത്ഥനയാണ്. അല്ലാതെ ഒരു ദിവസം നോക്കിയപ്പോൾ അന്ന് നമ്മൾ കുറേ പ്രാർത്ഥിച്ചതല്ലേ, നിലത്തിരി മാറി പച്ചത്തിരിയും കഴിഞ്ഞ്. അപ്പോൾ ആൾക്കാർ ഈ മരുന്ന് കുടിക്കണ പോലെയാണേ. ഈ പണ്ട് ഔൺസ് കുപ്പിയൊന്നും സാധനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഔൺസ് കുപ്പിയൊന്നും ഈ സർക്കാർ ആശുപത്രി, ഞാനും പണ്ട് പോയിട്ടുള്ള കുഞ്ഞുനാളിൽ സർക്കാർ ആശുപത്രി പോകുമ്പോൾ എല്ലാത്തിനും കൂടി അവർ ഒറ്റ കുപ്പി ഉണ്ടാക്കത്തുള്ളൂ അവിടെ. അത് കമ്പൗണ്ടറാണ് കൊടുക്കണം, കോമ്പൗണ്ട് ചെയ്ത് തന്നെ ആൾ. അയാൾ അവിടെ നിന്ന് ഇവിടുന്ന് പൊടിയൊക്കിയിട്ട് കുലുക്കിയിട്ട് നമ്മൾ ഔൺസ് കുപ്പിയിൽ തരും. വീട്ടിൽ വന്ന് വെച്ചിട്ട് ഔൺസ് കുപ്പിയിൽ ഇങ്ങനെ കണക്കുണ്ടാവും, 1, 2, 3 ഔൺസ്, 2 ഔൺസ്, 3 ഔൺസ്. ഇപ്പം കുപ്പി അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നിട്ടിത് കുടിച്ചിട്ട് ഞാൻ തന്നെ ഓർക്കും, ഇത് പകുതി ആകുമ്പോൾ 2 ഔൺസ് കുടിച്ചിട്ടുണ്ട്, എന്നിട്ട് വയറ്റ് ക്ഷീണം മാറില്ല, ചുവ മാറിയില്ല. അപ്പം നമ്മളിതുപോലെ നീലത്തിന് ഒരെണ്ണം തീർന്ന്, പച്ചത്തിന് ഒരെണ്ണം തീർന്ന്, ഇത് മനസ്സിലായില്ലേ? ആൾക്കാർ കണക്കാക്കുന്ന രീതിയിൽ വരുന്ന അപകടകരമായൊരു ഉടമ്പടി സമീപനമുണ്ട് നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ദൈവത്തെ പച്ചത്തിരി നീലത്തിരി വെച്ച് അളന്ന് നോക്കുന്നു, അതിൻ്റെ ഒരു അപകടകരമായൊരവസ്ഥയാണ്. ഇന്നലെ ഈ വെള്ളിയാഴ്ച ഒരു സാക്ഷി ഇവിടെ പറഞ്ഞ് അവരുടെ സാക്ഷ്യം കേട്ടാൽ നമുക്കുണ്ടല്ലോ ഞെട്ടിപ്പോവും. അവർ പറഞ്ഞത് എൻ്റെ 15ാമത്തെ ഉടമ്പടി പുതുക്കലാണിത്. 15ാമത്തെ ഉടമ്പടി പുതുക്കേ. ഇപ്പം ഞാൻ ആ കണക്കൂട്ടി നോക്കിയപ്പോഴേ ഒരു 90 ദിവസം വേണമല്ലോ ഒരു ഉടമ്പടി പുതുക്കണമെങ്കിൽ. അത് 15 എന്ന് പറയുമ്പോൾ ഒരു 1500 ദിവസം ഇവർ സംഭവം പുതുക്കിയിരിക്കുകയാണ്. അവർ പറഞ്ഞു ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പത്രമാണ് മേടിച്ച് കൊടുത്തിരിക്കണത്. ഇപ്പോഴും കൊടുക്കുമ്പോൾ ആവേശമാണ് അവർക്ക്. എന്നിട്ട് അവർ കുറേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15ാമത്തെ ഉടമ്പടി പുതുക്കി നിൽക്കുമ്പോഴും 15 എന്ന് പറയുമ്പോൾ 4 കൊല്ലം 3.25 കൊല്ലമായി. 3.25 കൊല്ലം തുടർച്ചയായിട്ട് ഒരു ഉടമ്പടിയിലാണ്. എന്നിട്ട് ആ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയണത് അത്രയും കാര്യം അവർ പറയണത്, ഞാൻ തന്നെ പറഞ്ഞു വിട്ട 1500 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ. ഞാൻ തന്നെ പറഞ്ഞു വിട്ട 1500 പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് നിങ്ങൾ ഈ ഔൺസ് കുപ്പി പോലെ നിലത്തിരുന്ന് തീർന്നല്ല, എന്നിട്ട് വിസ വന്നില്ല എന്നൊക്കെ നോക്കി ദൈവത്തിന് തിരികൊണ്ട് അളക്കണില്ലേ? ഈ പെരിച്ചാളികളെല്ലാം മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കോമ്പറ്റ് ചെയ്യണത് ഭയങ്കര സിംഹങ്ങളുമായിട്ടാണ്. അതായത് 1500 പേരെ ഉടമ്പടി എടുപ്പിക്കുകയും അവിടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തെ വെളിച്ചം കടത്തിവിടുകയും ഇനിയും കർത്താവിന് വേണ്ടി ഒരംഗത്തിനൊരു ബാല്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ആവശ്യത്തോടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ഈ തിരിവെച്ച് കർത്താവിനെ അളക്കുന്ന ആൾക്കാർ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർത്തേക്കണം. ആദ്യം നിങ്ങൾ തീരുമാനിക്കുക, യേശുക്രിസ്തു 1ാം സ്ഥാനം കൊടുക്കുക, ബാക്കി ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുക്കുക.
ബാക്കി എന്താണ്? അപ്പം നിങ്ങളെന്ത് പറ്റണമെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന വിഷയത്തിന് ആണ് ഒന്നാം സ്ഥാനം എപ്പോഴും നിങ്ങൾ കൊടുക്കണത്. അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റുന്നത്. ദൈവത്തിന് അറിയാമത്. കാര്യം അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പൊടി മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. നിങ്ങൾ ആ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം നടന്നാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. അതുകൊണ്ട് അത് ദൈവത്തിന് അറിയാം. ഈ അഭ്യാസമുള്ള ആൾക്കാരുമായിട്ട് ഉടമ്പടി ആ ഫയൽ പോലെ ദൈവം നോക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം ഇത് വണ്ടി വിടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണെന്നറിയാം. സംഭവം നടന്നിട്ട് ഉടനെ അടുത്ത വണ്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പോലും ഇവരെ കിട്ടത്തില്ല. പിന്നെ കാര്യം അവിടെ കഴിഞ്ഞകാല ഫയലെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അപകടം പറഞ്ഞിരിക്കണം നിങ്ങളുടെ പഴയ ഫയലാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കണത്. ഞാനിപ്പോൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉടമ്പടി കേട്ടിട്ട് ആൾക്കാരുടെ ഗ്രോത്ത് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം പറ്റിയിരിക്കണത്. അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം വെച്ചാൽ ഈ പഴയ ഫയൽ കീറിയാൽ നല്ലത്. അത് കത്തിച്ച് കളഞ്ഞാൽ നല്ലതായിരിക്കും. പഴയ ഫയലില്ലേ അവനാണ് ആദ്യം കത്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് ഇതുപോലെ ഇപ്പോൾ ആൾക്കാരുടെ സാക്ഷ്യം എന്താ പറയണത്? ഞാനൊരു നല്ല കത്തോലിക്ക കുടുംബത്തിലുണ്ടായിരുന്ന ആളാണ്, ഞാൻ നല്ല ക്രിസ്തീയ കുടുംബത്തിലുള്ള ആളാണ്, പക്ഷേ ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാനിപ്പോൾ യഥാർത്ഥ ദൈവത്തെ കണ്ടതെന്ന്. നോക്കിയേ. അപ്പോൾ നല്ല കത്തോലിക്ക കുടുംബത്തിലും നല്ല ക്രിസ്തീയ കുടുംബത്തിലും ജീവിക്കുന്ന ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കാൻ തുടങ്ങി 90 ദിവസം ആയപ്പോഴാണ് അവർ ദൈവത്തെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ത് പവർഫുൾ ആയിരിക്കും.